ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 അതൊരു വൾണറബിൾ മെഷീനാണ്. അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യണം കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഈ എൻമാപ്പിൻ്റെ കുറച്ച് ടൂളൊക്കെ അതിൽ പഠിക്കാം. ഓക്കെ, അതൊരു വൾണറബിൾ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരിട്ട് വെബ്സൈറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു ഇതിനെ ടെസ്റ്റ് ചെയ്ത് പഠിക്കല്ലേ. അപ്പോൾ അത് നോക്കി നോക്കാം. നമുക്ക് ആദ്യം തന്നെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ചെയ്തതിന് വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് നോക്കുക. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറഞ്ഞ മെഷീൻ എവിടെ നിന്ന് കിട്ടും, ആ ഒരു ഫയൽ എവിടെ നിന്ന് കിട്ടും. നമ്മൾ നേരെ ക്രോമിലോ എന്തിലാച്ചാൽ പോവുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് അടിച്ചാൽ മതി. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്ക് ഫസ്റ്റിന് കിട്ടും. ഈ ഒരു വെബ്സൈറ്റ് മതി കേട്ടോ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 800 സംതിങ് MB ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യണില്ല. 800 MB വരുന്ന ഒരു ഫയലാണ്. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓൾറെഡി എൻ്റെ ഒരു ഡൗൺലോഡിലാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാകണം ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന മെഷീൻ ഡൗൺലോഡാണ്. അത് നക്കെ ബാക്ക് അടിച്ച് ഞാൻ ഡൗൺലോഡിൽ പോയി. ഡൗൺലോഡിൽ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറഞ്ഞത് കിടക്കുന്നുണ്ട്. ഇതാകണം. അപ്പോൾ ഇനി അത് എക്സ്ട്രാക്റ്റ് ചെയ്യണം, അല്ലാതെ ഇത് വർക്കില്ല. എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്, അത് നോക്കുക. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വെർച്വൽ ബോക്സ് ഓൺ ആക്കിയപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടെർമിനൽ വഴി ഇത് ഓപ്പൺ ചെയ്യാം. ടെർമിനൽ വഴി വെർച്വൽ ബോക്സ് ഇതിൽ ഫസ്റ്റ് തന്നെ ന്യൂ കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും പേര്, ഞാൻ മെറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ടൈപ്പ് ലിനക്സിൻ്റെ ആണ്. ഡെബിയൻ 64 ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ലിനക്സ് ആയാലും ഏതായാലും ഡെബിയൻ 64 വെക്കാം. 64 അല്ലെങ്കിൽ 32 കിട്ടും, അതേതാച്ചാൽ നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് കൊടുത്തു. ഇതിവിടെ കുറച്ച് കൊടുത്താൽ മതി, ഇത് നമുക്ക് കുറേ ഒന്നും ആവശ്യമില്ല. വെർച്വൽ ഡിസ്ക് കൊടുക്കുക. യൂസ് എ വെർച്വൽ ഡിസ്ക്. ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആഡ് ന്യൂ കൊടുക്കുക. നമ്മളവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ടോ നോക്കണം. എക്സ്ട്രാക്റ്റ് ആയിട്ട് ഇതാക്കുന്നത് ഇതിലിവിടെ കുറച്ച് ഫയൽ വന്നിരിക്കണം എക്സ്ട്രാക്റ്റ് ചെയ്ത്. ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഡൗൺലോഡിലാണ് കിടക്കുന്നത്. ഓക്കെ, ഡൗൺലോഡിൽ നോക്കി ഇതാക്കണം. ഒരു ഫയൽ കിടക്കണം, 1.9 GB ഒരു ഫയൽ കിടക്കും. ഇങ്ങനെ അതിൽ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡായി ഉണ്ടാവും ഈ ഒരു നെയിം എന്നുള്ള ഒരു കുളത്തിൽ. ചോയ്സ് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഇതിവിടെ കുറച്ച് ചെയ്യാണ്ട്. നേരിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പേ എല്ലാവർക്കും ചെറിയ മിസ്റ്റേക്ക് അല്ലേ. നെറ്റ്വർക്കിൽ ഇതിൽ നാറ്റാവും കിടക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ നാറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, എനിക്ക് കുറേ പ്രശ്നങ്ങൾ നാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രിഡ്ജ് കൊടുത്തു. ഈ അഡ്വാൻസിൽ ഇവിടെ ഡിനേ എന്നാവും കൊടുക്കുക, അലോ ആൾ കൊടുക്കുക. ബാക്കിയൊക്കെ ഓക്കെ, കറക്റ്റാണ്. ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ മെഷീൻ റൺ ചെയ്യിക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം. മെഷീൻ ഒന്ന് ലോഡായി വരണം. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറഞ്ഞ മെഷീൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ MSF അഡ്മിൻ ഇതാണ് യൂസർ ഐഡിയും പാസ്വേഡും. ഓക്കെ, നമുക്കിവിടെ IF കോൺഫിഗ് അടിക്കാം. IP ഏതാ നോക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ 1.02 IP ഞാൻ മിനിമൈസ് ചെയ്തിട്ടു. ഇതിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ARP സ്കാനറിൻ്റെ കമാൻഡ് എടുക്കുക. മെഷീൻ ഏതൊക്കെയാണെന്ന് നോക്കണം. ഫസ്റ്റ് നമുക്ക് SU അടിക്കണം. ഓക്കെ, നമുക്ക് റൂട്ട് പ്രിവിലേജ് കിട്ടണം. ARP -scan -L. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഏതാ IP ഉണ്ടായിരുന്നു നോക്കാം. 1.02. ഓക്കെ, ഇത് അവിടെ കിടക്കണം. ഈ ഒരു IP യിലാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറഞ്ഞ മെഷീൻ റൺ ചെയ്യണത്. അത് നിങ്ങൾക്ക് ഒന്നും കൂടി വെരിഫിക്കേഷൻ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കാം. ഞാൻ ഇപ്പോൾ സൈബർ ഫോക്സ് ആണ് ഓപ്പൺ ആക്കണത്. ഈ
മെയിനായുള്ള സെർച്ച് ബാറിൽ കൊണ്ട് ആ മിഷൻ്റെ ഇത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറഞ്ഞ മിഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതാണ് ഈ IP ലോക്കൽ ഹോസ്റ്റായി ഈ IP കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ കുറേ ആപ്ലിക്കേഷൻ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വെറുതെ DVW വേറൊരു ആപ്ലിക്കേഷനായി ഇൻസ്റ്റാൾ ആക്കേണ്ട ആവശ്യമില്ല. ഇതാക്കണം ഇവിടെ DVW. ഇതിൻ്റെ ഇൻബിൽട്ടായ പാസ്വേഡ് ഇവിടെ അടിയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതിൽ അഡ്മിൻ എന്നാണ് യൂസർ കൊടുക്കുന്നത്. പാസ്വേഡാണ് പാസ്വേഡ് തന്നെ കൊടുത്തത്. ഓക്കെ, നമ്മളെ ഇത് റണ്ണായിട്ടുണ്ട്. DVW ആണ്. ഇവിടെ കുറച്ച് CSRF SQL ഇൻജക്ഷൻ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, നമ്മൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ചെയ്തതാണ്, എന്നാലും CSRF ഒക്കെ ഉണ്ട് ഇതിൽ, ബ്രൂട്ട് ഫോഴ്സ് ചെയ്യണതിൻ്റെ ഒക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് IP ഒന്ന് വേണമെങ്കിൽ പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ IP അവിടെ റണ്ണാണ്. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത്.